ശ്രീ എം ജയചന്ദ്രൻ, എന്തുകൊണ്ടാണ് പത്മകുമാറിനെ ഇങ്ങനെ സംരക്ഷണത്തിൽ നിർത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിട്ടും അതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന വിഷയമെന്നറിഞ്ഞിട്ടും പാർട്ടിയിൽ തന്നെ തുടരട്ടെ പത്മകുമാർ എന്ന നിലപാട് എന്തുകൊണ്ടാണ്? അത് CPIM ഭയന്നിട്ടാണ്? കൂടുതൽ മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ചില മൊഴികൾ പത്മകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്നതുകൊണ്ടുള്ള സംരക്ഷണമാണ് എന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾ പറയുമ്പോൾ അതിന് മറുപടിയുണ്ടോ? താങ്കളുടെ ഈ ചർച്ചയുടെ നൈതികതയെ, അതിന്റെ നീതിബോധത്തെ തന്നെ കടപുഴക്കുന്ന വർത്തമാനമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അദ്ദേഹം എന്താണ് ഒടുവിൽ പറയുന്നത്? SITയെ സംബന്ധിച്ച് കോടതി പറയുന്ന നിയമപരമായ പ്രശ്നങ്ങളാണ്, വ്യാഖ്യാനങ്ങളാണ്. ഞാൻ പറയുന്നത്, ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയമായ പ്രശ്നങ്ങളാണ്. ഇതാണ് ഇതിന്റെ കാര്യവും. അപ്പോൾ രാഷ്ട്രീയം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് മറയില്ലാതെ തുറന്നു പറയുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നൈതികതയില്ലാതെ, നീതിബോധമില്ലാതെയാണ് മിനിഞ്ഞാന്ന് അങ്ങ് പിന്നെ പറയുന്ന രാഷ്ട്രീയമല്ലേ? അല്ല, അങ്ങനെ താങ്കളല്ലല്ലോ ചോദിക്കേണ്ടത്. നിങ്ങൾക്കതിനുള്ള യാതൊരു അധികാരവും അവകാശവും ഇല്ല മിസ്റ്റർ. നിങ്ങൾക്കതിനുള്ള യാതൊരു അധികാരവും അവകാശവും ഇല്ല മിസ്റ്റർ. അത് ആങ്കർ സ്മൃതി പരുത്തിക്കാടാണ്. അവരുടെ ചോദ്യങ്ങൾ അവർ ചോദിക്കും. സൗജന്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെന്നേ. രോഷമല്ല. എനിക്ക് എന്നെ സംബന്ധിച്ചോളം എന്റെയും പ്രശ്നം എത്തിക്കലാണ്, നൈതികതയാണ് പ്രശ്നം. അവന് ഒരു മൂല്യബോധം വേണം വർത്തമാനം പറയുമ്പോൾ. അതില്ലാതെ വെറുതെ ചാടിക്കറി വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായും രോഷം ഉണ്ടാവും. അത്രേ ഉള്ളൂ കാര്യം. അല്ലാതെ ഞാൻ ശോഭിച്ച് വർത്തമാനം പറയുന്ന ആളെ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെയും മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ശ്രീജേന്ദ്രൻ അങ്ങ് പറയൂ. എന്റെ ആദ്യ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം തിരിച്ചു പറയും. വാദം പറഞ്ഞാൽ കേട്ടിരിക്കും, വീണ്ടും വിമർശിച്ചാൽ തിരിച്ചു പറയും. താങ്കൾ എന്റെ ചർച്ചയിൽ ഇനി ഒരു നിമിഷം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇനി ഒരു നിമിഷം സംസാരിച്ചാൽ ആ നിമിഷം ഞാൻ ചർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് പോകും. ഒരു സംശയവും വേണ്ട. പറഞ്ഞു നോക്കൂ. ആ സെക്കൻഡ് ഞാൻ നിർത്തും എന്റെ ചർച്ച. അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെയൊന്നും എന്നെ പേടിപ്പിക്കാൻ പാടണ്ട കേട്ടോ ശ്രീജേന്ദ്രൻ. അല്ല, ഒരു എതിർവാദം പറഞ്ഞതാണ്. അതിനെ ഇങ്ങനെ നമ്മളൊരു ചർച്ചയാണല്ലോ, ചർച്ചയിലിടയ്ക്ക് അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇടയ്ക്ക് പറയുമല്ലോ. തുടക്കത്തിലേ പറയേണ്ടതില്ല. അങ്ങ് പറഞ്ഞ ശരിയാണ്. അങ്ങ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇടയിൽ കയറുന്നില്ല, അഭിപ്രായം പറയുന്നില്ല. ശരി ശ്രീജേന്ദ്രൻ, അങ്ങ് പറയൂ. എന്റെ ആദ്യ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞ ശേഷം ശരി നോക്കൂ, ഒരു മിനിറ്റ് ശ്രീജേന്ദ്രൻ, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം നമ്മളെല്ലാവരും കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് മാന്യത. താങ്കൾ മാന്യത കാണിച്ചു. താങ്ക് യു. ശരി ശ്രീജേന്ദ്രൻ, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് വരാം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്ത് എന്തുകൊണ്ടാണ് ഈ സംരക്ഷണം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ വലിയ ഉപകാരം. അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. എന്താണ് എന്തുകൊണ്ടാണ് പത്മകുമാറിനെ ഇത്ര സംരക്ഷണം? അതല്ല ചോദ്യം. അതെ അതെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. മിനിഞ്ഞാന്നത്തെ 5-ാമത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ പേജ് നമ്പർ 4 ഐറ്റം നമ്പർ 8 അവസാനത്തെ സെന്റൻസിൽ, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് നേച്ചർ ഇൻവോൾവിംഗ് സീരിയസ് അലിഗേഷൻ ആൻഡ് മാറ്റേഴ്സ് ഓഫ് പബ്ലിക് ഫെയ്ത്ത് കനോട്ട് ബി കണ്ടക്ടഡ് അണ്ടർ ദ ഷാഡോ ഓഫ് ട്രയൽ ബൈ മീഡിയ. മാധ്യമ വിചാരണയുടെ നിഴലിലല്ല ഇത്തരം അന്വേഷണങ്ങൾ നടക്കേണ്ടതെന്ന് അസന്നിഗ്ധമായി പറയുകയാണ് ഹൈക്കോടതി. ഒന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ആ സംബന്ധിച്ച് എനിക്ക് പറയാനുമില്ല. അതല്ലല്ലോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതല്ലല്ലോ പ്രധാനപ്പെട്ട ഭാഗത്തിനുള്ള മറുപടി പറഞ്ഞ ശേഷം അങ്ങ്, കാരണം അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ പങ്കുമായി ബന്ധപ്പെട്ട് SIT നൽകിയ റിപ്പോർട്ടിലെ കാര്യങ്ങളുണ്ടല്ലോ. പത്മകുമാറിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഗുരുതരമാണ് എന്ന് കോടതിയിൽ SIT ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനോടുള്ള മറുപടി പറഞ്ഞ ശേഷം അങ്ങ് പറഞ്ഞ കാര്യമാണ് മീഡിയയുടെ കാര്യം. ഞാൻ ജനീഷിനോട് ചോദിക്കുകയും ചെയ്തല്ലോ. അങ്ങ് ഇതിനൊരു മറുപടി പറയൂ. എന്തുകൊണ്ടായിരിക്കാം പത്മകുമാറിന് ഈ സംരക്ഷണം? ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മിനിഞ്ഞാന്നത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അതിൽ പത്മകുമാറിന്റെ ഒരു വാചകം പോലും എഴുതായിട്ട് ഞാൻ ഇത്രയും പേജ് 8 പേജ് വായിച്ചിട്ട് ഞാൻ കണ്ടില്ല സ്മൃതി. പക്ഷേ നിരീക്ഷണങ്ങളുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഈ വിധിയുടെ കാര്യമാണ് പറഞ്ഞത്, അതിലെയാണ് വായിച്ചത്. ഇപ്പോ ഇനി അതിൽ പത്മകുമാറിന്റെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു ചോദിച്ചാൽ, പത്മകുമാറിന്റെ കാര്യത്തിൽ നിലപാട് എന്താണെന്നുള്ളത് CPM നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്,
അതിൽ നിന്ന് മാറ്റമില്ല എന്നുള്ളത് പിന്നീടും പറഞ്ഞിട്ടുണ്ട്. അതൊരു വ്യക്തതയുള്ള മറുപടിയാണോ? അങ്ങേക്ക് അങ്ങനെ തോന്നിയോ? ശേഷം ശ്രീയേന്ദ്രൻ കുറ്റപത്രം സമർപ്പിച്ച ശേഷമേ തീരുമാനിക്കൂ എന്ന് പറയുന്നത് എത്രത്തോളം വ്യക്തതയുള്ള മറുപടിയാണ്? അതെ, ഞാൻ പറയട്ടെ സ്മൃതി പ്ലീസ്. അത് CPM-ന്റെ അവരുടെ നേതാവായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള പത്മകുമാറിന്റെ കേസിൽ മാത്രമല്ല ഈ നിലപാട് CPM സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും പല ഘട്ടങ്ങളിലും. ഉദാഹരണത്തിന് വിൻസെന്റ് MLA-യുടെ കാര്യത്തിൽ, നമ്മുടെ മറ്റേ MLA ഉണ്ടല്ലോ മൂവാറ്റുപുഴ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒക്കെ ആ MLA-യുടെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ആ പാർട്ടിയാണ് എന്നാണ് CPM ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. അവർ ആ MLA-മാരായിട്ട് തന്നെ തുടരുകയാണല്ലോ ചെയ്യുന്നത്. ആ കേസുണ്ടായ സമയത്തും ഒളിവിലിരുന്ന സമയത്തും ഒക്കെ പിന്നെ ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേ നിലപാട് തന്നെ മുകേഷിന്റെ കാര്യത്തിൽ തുടരുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കേസുകളുടെ കാര്യത്തിൽ CPM-ന്റെ നിലപാടിന് ആ ഒരു തുടർച്ചയുണ്ട്. അതിലുമുണ്ട് ആ തുടർച്ച, ഇതിലും ആ തുടർച്ചയുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. ലൈനാണ് ആ പാർട്ടിയുടെ ലൈനിന്. അതുകൊണ്ട് എല്ലാവരും അംഗീകരിച്ചോളണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതെ അല്ല, വിഷയം മറ്റൊരു വിഷയമാണ്. ആ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയുടെ പൊതു നിലപാടിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇനി താങ്കൾ ചോദിച്ചതുപോലെ വിഷയത്തിലേക്ക് വരുമ്പോൾ ശബരിമലയിൽ ഏറ്റവും ലോ പ്രൊഫൈലിലാണ് ഈ പോറ്റി എന്ന് പറയുന്ന ആ മനുഷ്യൻ നിൽക്കുന്നത്. ലോ പ്രൊഫൈൽ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഏതെങ്കിലും അധികാര ശ്രേണിയിൽ, ഈ പിന്നെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പൂജാ ശ്രേണിയിൽ, പൂജാരിമാരുടെ ശ്രേണിയിൽ എവിടെയും ഇയാൾ വരുന്നില്ല ഒരു ഘട്ടത്തിലും. അതേസമയം മേൽശാന്തി കഴിഞ്ഞുള്ള കീഴ്ശാന്തി കഴിഞ്ഞ് പിന്നീട് സഹായികളായ ശാന്തിമാരുടെയും കീഴാളനായിട്ട് നിൽക്കുന്ന ഒരു പരികർമ്മിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമലയിൽ അയാളുടെ ജോലി അതാണ്, പരികർമ്മിയുടെ ജോലി. പിന്നെ അത്രയും ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ജോലി ചെയ്യുന്ന പിന്നെ പരികർമ്മിയായി നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പിന്നെ സോണിയാഗാന്ധിയെ പോലെ VVIPയുടെ അടുത്തെത്താൻ കഴിയുക എന്നുള്ളത് സുപ്രധാനമായ പ്രശ്നമാണ്. അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. കാരണം പിന്നെ ഇദ്ദേഹം ആരാണ്, എനിക്ക് തോന്നുന്നത് ഷഫീറാന്ന് തോന്നുന്നു, ഒരു ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞത് സോണിയാഗാന്ധിയുടെ അസുഖം മാറാൻ ചരട് കെട്ടിക്കൊടുക്കാനാണ് പോയതെന്ന്. അപ്പൊ അങ്ങനെ ചരട് കെട്ടിക്കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് മുഖവിലേക്ക് എടുക്കുകയാണ്. ഞാൻ BRM ഷഫീറിനെ അവിശ്വസിക്കാതെ തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ തന്ത്രിമാർ ഇത് ഇക്കാര്യം ഒന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് ചരട് കെട്ടിക്കൊടുക്കാൻ എപ്പോഴേ സന്നദ്ധരാണെന്നേ. ആർക്കാണത് അറിയാത്തത്? തന്ത്രിമാർക്ക് സാധിക്കാത്ത കാര്യമാണോ? പ്രധാനപ്പെട്ട വ്യക്തികൾ ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. അല്ലാതെ ഈ പറഞ്ഞ പോറ്റിപ്പോയ വഴികൾ തേടുകയല്ല SIT ചെയ്യുന്നത്. SITക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല. 98-ൽ സ്വർണ്ണപ്പാളി അവിടെ വച്ച സമയം മുതലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. വളരെ കൃത്യമായിട്ട് SIT ബോധിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ ആരോപണമായിട്ട് ഉന്നയിക്കാം. നമുക്ക് ഈ പർട്ടിക്കുലർ കേസിലേക്ക് വരുമ്പോൾ അതല്ല, സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്. ഈ പറഞ്ഞ പത്മകുമാറിന് ശബരിമലയുമായുള്ള നല്ല ബന്ധം, അവരുടെ കുടുംബത്തിന് ശബരിമലയുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അതിൽ സ്വർണ്ണപ്പാളിയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അത് വെറുതെ പറയുന്നതാണെന്ന് കോടതി പറയുകയാണ്. കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് പത്മകുമാറിനെന്ന് പറയുകയാണ്. പത്മകുമാറിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചും കോടതി പറയുകയാണ്. അപ്പോൾ സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിയതല്ല പറയേണ്ടത്, ഇവിടെ ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടാണ് ഉത്തരവാദിത്തം. സർക്കാരിന് ഈ പറയുന്ന ദേവസ്വം ബോർഡിലുള്ള ഉത്തരവാദിത്തം. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ 4 പ്രധാനപ്പെട്ട അംഗങ്ങൾ ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും ഉണ്ടായിരുന്നല്ലോ ബന്ധം എന്ന ഈ മറുവാദം ഒരു മറുപടിയല്ല. മറുവാദം രാഷ്ട്രീയമായിട്ടൊക്കെ നിൽക്കുമായിരിക്കും, പക്ഷേ ജനങ്ങളാണല്ലോ ആത്യന്തികമായി കേൾക്കുന്നത്. അവർക്ക് വിശ്വസനീയമായ അല്ലെങ്കിൽ ബോധ്യപ്പെടുന്ന ഒരു മറുപടിയാണ് വേണ്ടത്. ശ്രീ ജയേന്ദ്രൻ, എന്തുകൊണ്ട് പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടിയിൽ നിലനിർത്തുന്നു എന്നുള്ളത് നിങ്ങൾ ഭയന്നിട്ടാണ് എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനൊരു മറുപടിയുണ്ടോ? ഭയമല്ല എങ്കിൽ എന്ത് വികാരമാണ് ഇപ്പോഴും അദ്ദേഹത്തെ പാർട്ടിയിൽ നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നത്? കാരണം അങ്ങ് ഈ പറഞ്ഞതുപോലെ മറ്റ് 2 വ്യക്തികൾ തമ്മിലുള്ള കേസോ അല്ലെങ്കിൽ ലൈംഗികാരോപണമോ അതും അതിൻ്റെതായ ഗ്രാവിറ്റിയൊക്കെ ആ വിഷയത്തിനുണ്ട്. പക്ഷെ ഇത് കേരളത്തിൽ ആകെ തന്നെ ഭക്തരെ തന്നെ ബാധിച്ചിരിക്കുന്ന വിഷയമാണ് അല്ലേ? ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, ശബരിമല എത്രത്തോളം വലിയ ഒരു സംവിധാനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഭക്തരെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്, ഭക്തരുടെ വികാരത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത് ഇത്ര വലിയ വിഷയമായിട്ടും, തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്ന വിഷയമായിട്ടും നടപടി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നൊരു ചോദ്യം, അതൊരു മോശം ചോദ്യമാണോ ശ്രീ ജയേന്ദ്രൻ? അത് താങ്കളുടെ ഇന്റർപ്രിട്ടേഷൻ മാത്രമാണെന്നേ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും സ്മൃതി. കാരണം ഇതിൻ്റെ അകത്ത് താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ ആൾക്കാർ മറുപടി പറയാവൂ എന്ന സാക്ഷ്യം എന്തിനാണ്?
ഇപ്പം ഞാൻ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കതിനകത്ത് പറയാനുള്ള മറുപടിയുടെ ഭാഗങ്ങൾ കേൾക്കുക, അത് താങ്കളുടെ മറുപടിയായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ അതിനുശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് അത് ഏത് രൂപത്തിൽ വേണം ഖണ്ഡിക്കാം. അതിന് പകരം ഇടയ്ക്ക് വെച്ച് എന്നെ തടസ്സപ്പെടുത്തിയിട്ട് താങ്കൾ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. അങ്ങനെയല്ല സുജേന്ദ്രൻ, തുടർച്ചയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാദമായതുകൊണ്ടാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ തള്ളിക്കളഞ്ഞൊരു വാദമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പം ഈ CPIM-ന്റെ കാര്യത്തിൽ അവരാണല്ലോ CPIM-ന്റെ ആധികാരികമായി കേരളത്തിലെ കാര്യത്തിൽ വർത്തമാനം പറയാൻ അവകാശമുള്ള അധികാരമുള്ള സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ജയചന്ദ്രന് പറയാൻ കഴിയില്ല. അത് എനിക്കെന്നല്ല, താങ്കൾക്ക് പറയാൻ അധികാരമൊന്നുമില്ല അക്കാര്യത്തിൽ അവരുടെ ഒരു പാർട്ടി മെമ്പറെ സംബന്ധിച്ച്. അല്ല, ഞാൻ അങ്ങോട്ട് വരുമല്ലേ ഇത് പറയുമ്പോ ഇവിടെ തുടക്കത്തെ താങ്കൾ രമേശ് ചെന്നിത്തലയുടെ കാര്യം കാണിച്ചു, VD സതീശന്റെ കാര്യം അദ്ദേഹത്തിന്റെ ബൈറ്റ് കാണിച്ചു. അവരൊക്കെ പറയുന്നത് എന്താണ്? ഇവിടെ ജനീഷ് പറഞ്ഞത് എന്താണ്? രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ താങ്കൾ പറയുന്ന പോലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നതും അതല്ല. ഈ SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്റർഗ്രേറ്റ് ചെയ്തപ്പോൾ, ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട ചില വിവരങ്ങളുണ്ടെന്ന്. ആ വിവരങ്ങളുടെ ഒരു ഭാഗമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച രൂപത്തിൽ ഞാൻ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് പറയണ്ട, താങ്കൾ നിശ്ചയിക്കുകയാണ്, അത് പറയണ്ട. അതല്ല ഇവിടെ പ്രശ്നം, പത്മകുമാറാണ് പ്രശ്നം. പക്ഷേ എനിക്ക് കിട്ടിയ വിവരങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. പിന്നെ അയാൾ അവിടെ ചുമതലപ്പെട്ട ആരുമല്ല, പക്ഷെ അയാൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റി. അതിന്റെ കാരണങ്ങളെ കുറിച്ച് SIT ചോദിച്ചു. അപ്പോൾ അയാൾ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ ബോധ്യത്തിൽ വന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയണ്ടേ? ഇത്തരം ഒരു ചർച്ചയിൽ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ പറയുന്നതെന്ന് ജനീഷിനെ പോലെ ഒരു യുവ നേതാവ് പറയുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ലേ? സോണിയാഗാന്ധിയെ കുറിച്ച്, സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിയതുള്ള ആരോപണമൊന്നും ഞങ്ങൾ അത് മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് പറഞ്ഞത്. സോണിയാഗാന്ധി ആ തരത്തിൽ പ്രതിക്കൂട്ടൽ നിർത്തുന്നതിനോട് യോജിപ്പില്ല, അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പാർട്ടിയുടെ ഒരു വാദമായി, രാഷ്ട്രീയവാദമായി അത് ഉയർത്താൻ പറ്റില്ല എന്നുകൊണ്ടാണ്. അല്ല, ഞാൻ രാഷ്ട്രീയവാദം ഉന്നയിച്ചില്ല. ഞാൻ പോറ്റി പറഞ്ഞ കാര്യം, SITക്ക് കിട്ടിയ മറുപടിയിൽ പോറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ആ സോണിയാഗാന്ധി ഇടപെട്ടുവെന്നോ സോണിയാഗാന്ധി രാഷ്ട്രീയമായിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനോ ഞാൻ ശ്രമിച്ചില്ല. അയാൾ പറഞ്ഞ കാര്യം, മുഖ്യപ്രതിയായിട്ട് അകത്ത് കിടക്കുന്ന ആള് SITക്ക് കൊടുത്ത മൊഴികൾ ഉണ്ട് എന്ന് എനിക്ക് കിട്ടിയ വിവരത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആ സോണിയാഗാന്ധി അറ്റാക്ക് ചെയ്യുന്ന കാര്യമല്ല, എങ്ങനെയല്ല അവിടെ എത്തി എന്നുള്ളതാണ് പ്രശ്നം. അല്ല, സോണിയാഗാന്ധി ഇൻവോൾവ് ചെയ്യിക്കാനല്ലല്ലോ എന്റെ ശ്രമം. അത്ര ഒരു ദുഷ്ടലാക്കും എനിക്കില്ല താനും. അതെന്റെ പണിയുമല്ല. ഞാൻ അതിലേക്കല്ല പോകുന്നതും, ഞാൻ അതിലേക്ക് പോവുകയുമില്ല. പക്ഷേ ഇതിന്റെ അകത്ത് പിന്നെ 9 പേര് ഇപ്പൊ അകത്ത് കിടക്കുന്നതിൽ പ്രധാനപ്പെട്ട 1-ാം പ്രതിയാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വരുന്നതെന്ന്. അതുകൊണ്ടാണ് ഇത് പറയാൻ ഞാൻ തയ്യാറാവുന്നത്. 1-ാം പ്രതിയൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പത്മകുമാർ അകത്തായിട്ടുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് വരുമ്പോൾ അത് കഷ്ടമാണ് എന്നുള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.